ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം, ബിഗ് ബോസ് ഹൗസിൽ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി കരഞ്ഞ് മെഴുകി ആകെ ചളമാക്കിയ ഒരാളായിരുന്നു രതീഷ്. വെറും ഒരു ചെറിയ കാര്യത്തെ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കി അവിടെ കരഞ്ഞ് സ്ക്രീൻ സ്പേസ് നേടാനാണ് രതീഷ് ഇന്ന് ശ്രമിച്ചത്. വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് നേരെയാണ്, ജാൻമണിക്ക് നേരെയാണ് രതീഷ് തൻ്റെ പുതിയൊരു ട്രിക്ക് എടുത്തത്. ഇന്നലെയും ജാൻമണിക്ക് നേരെ പിന്നാലെ നടന്ന് ചൊറിയുകയുണ്ടായിരുന്നു. അത് പക്ഷേ സിഗരറ്റ് വലിച്ചതിൻ്റെ പേരിലായിരുന്നു. അതൊരു ആവശ്യമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിലോ, ജാൻമണി തന്നെ ഹഗ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യത്തിൽ അവിടെ കരഞ്ഞ് എനിക്ക് ഫാമിലിയുണ്ട്, കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിക്കാൻ വന്നതാണ്, വേറെ ഒന്നിനും വേണ്ടി വന്നല്ല, ലവ് ട്രാക്കിന് വന്നല്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ ഒരു സ്ക്രീൻ സ്പേസ്, വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് രതീഷ് ഇന്നവിടെ പ്രശ്നമുണ്ടാക്കിയത്. ആദ്യം ഇങ്ങനൊരു പ്രശ്നമുണ്ടാക്കി അതിനെപ്പറ്റി ജാസ്മിനോട് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഇത് ചിലരുടെ സ്വഭാവമാണ്, അത് ജാൻമണി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഹഗ് ചെയ്യും, സ്നേഹം പറയുമ്പോൾ ലവ് യു ബേബി എന്നൊക്കെ പറയും, അതൊക്കെ ചിലരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്ന് രതീഷിനോട് പറയുന്നുണ്ട്. പക്ഷേ രതീഷ് അതിനുശേഷം നേരെ ഉള്ളിൽ പോയിട്ട് അവളെ റൂമിൽ ചെന്നിരുന്ന് വലിയ കരച്ചിലാണ്. ഞാൻ കളിക്കാനാണ് ഇവിടെ വന്നത്, എനിക്കെൻ്റെ കുടുംബമുണ്ട്, എൻ്റെ കുടുംബത്തെ വെച്ച് ഞാൻ കളിക്കില്ല, ഇനി എന്തെങ്കിലും വേറെ രീതിയിൽ ഇനി എന്തെങ്കിലും ചെയ്ത് ഞാൻ അവൾക്ക് അടി കൊടുക്കും, ഫിസിക്കൽ അസോൾട്ടിൻ്റെ കേസിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും, അങ്ങനെ പറഞ്ഞ് അവിടെ അലറി കരച്ചിലായിരുന്നു രതീഷ്. രാവിലെ എണീറ്റപ്പോൾ തീരെ സൗണ്ട് വരുന്നില്ല, തൊണ്ടവേദനയാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് വെറും ഈ ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ ഓളിയിടുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് സിജോ അവസാനം വരുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട്, രാവിലെ തൊണ്ടവേദനയാണ്, സൗണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ ആളുടെ സൗണ്ട് ഇപ്പോൾ കണ്ടൻറ്റിന് വേണ്ടി സൗണ്ട് ഉണ്ടല്ലേ രതീഷ് ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രൊമോക്കുള്ള വകയൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സിജോ രതീഷിനോട് പറയുന്നുണ്ട്. ഇനി രതീഷിന് വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ജാൻമണിക്ക് നേരെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് നേരെ ചെന്ന് ജാൻമണിയോട് പറഞ്ഞാൽ മതി. ഞാൻ നിന്നെ ഒരു സിസ്റ്ററിനെ പോലെയാണ് കാണുന്നത്, നീ എന്നെ വേറെ രീതിയിലൊന്നും കാണരുത്. അവിടെ തീരാവുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഊതി വീർപ്പിച്ച് ഇത്രയും വലിയ പ്രശ്നമാക്കി അവിടെ സ്ക്രീൻ സ്പേസ് നേടാനായിട്ട് രതീഷ് ശ്രമിക്കുന്നത്. രതീഷിൻ്റെ ഇന്നത്തെ ഒരു കണ്ടൻറ് മേക്കിംഗ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം. ഇത് കേട്ടപ്പോൾ ജാൻമണിക്ക് ആകെ വിഷമായി. ജാൻമണി അവിടെ ക്യാമറയ്ക്ക് നേരെ പോയി പറയുന്നുണ്ട്, ഞാനൊരു ബ്രദറിനെ പോലെയാണ് രതീഷിനെ കാണുന്നത്, വേറൊരു രീതിയിലല്ല എന്ന് ഭയങ്കര വിഷമത്തോടുകൂടി ജാൻമണി അവിടെ പോയി പറയുന്നുണ്ട്. ഇതിനുശേഷം ജാൻമണി അവിടെ രതീഷിൻ്റെ അടുത്ത് റൂമിൽ വന്നിട്ടും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, രതീഷ് എൻ്റെ ബ്രദറിനെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ ഏകദേശം എല്ലാവരെയും ശ്രദ്ധയൊക്കെ നേടിയതിന് ശേഷം രതീഷ് പറഞ്ഞു, ഓക്കെ പ്രശ്നം സോൾവ് എന്നൊക്കെ പറഞ്ഞ് ഇനി എന്നെ ഹഗ് ചെയ്തോ എന്നാണ് പറയുന്നത്.